ആരെയും അട്ടിമറിക്കാനല്ല, ഭരണം കയ്യിൽ കിട്ടാനല്ല, ഭരണം കയ്യിൽ കിട്ടാനല്ല, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ. അതിനാണ് ഈ സമരം. കോൺഗ്രസ് സിന്ദാബാദ്, 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 കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അവസാനിപ്പിക്കുക, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അവസാനിപ്പിക്കുക, നേതൃത്വം സംരക്ഷിക്കൂ സർക്കാരെ, നേതൃത്വം സംരക്ഷിക്കൂ സർക്കാരെ, മറിക്കാനല്ല, ആരെയും അട്ടിമറിക്കാനല്ല, പിറന്ന മണ്ണിൽ ജീവിക്കാനാണ്, പിറന്ന മണ്ണിൽ ജീവിക്കാനാണ്. കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ് കീ. മുനമ്പന്തിവാസികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. മുനമ്പന്തിവാസികൾക്ക് നീതി നടപ്പിൽ വരുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപുഴ മേഖലയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് ചെറുപുഴ മേഖലയിലെ 13 ഇടവകളിൽ നിന്ന് ദൈവജനം ഈ ചെറുപുഴ ടൗണില് ഈ ഐക്യദാർഢ്യ റാലി നടത്തുവാൻ വേണ്ടി കടന്നു വന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ഒരു കാലത്ത് അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടിയപ്പോൾ കാക്കട് പദ്ധതിയെ നമുക്ക് ദൂരെ എറിയുവാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെയാണ് ഇന്ന് മുനമ്പന്തിവാസികൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി പ്രതികരിക്കുകയും നമ്മൾ ചെയ്യുക. നമുക്കറിയാം ഈ മുനമ്പന്തിവാസികള് വർഷങ്ങളോളം തങ്ങളുടെ പറമ്പില് ജീവിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ ജീവിച്ച് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒരു പ്രഭാതത്തില് ഒരു സമൂഹം എന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഇത് എന്റേതാണെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടപ്പിൽ വരുത്താൻ സാധിക്കും പ്രിയമുള്ളവരെ? കാരണം സർക്കാരിന് നികുതി കൊടുത്തും ഞാൻ പണം കൊടുത്തും വാങ്ങിയ ഭൂമി അന്യാധീനപ്പെട്ടു പോകുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് എത്രയോ കഠോരമാണെന്ന് നമുക്കറിയാം. കാരണം നമ്മളൊക്കെ അധ്വാനിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടിയുണ്ടാക്കിയ ഭൂമിയും വീടും നാളെ ഒരുവൻ വന്ന് ആക്രമിച്ചാൽ സ്നേഹമുള്ളവരെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ശക്തമായ ആക്രമണത്തെ നമ്മൾ നേരിടുമെന്ന് ചെറുപുഴയിലെ കത്തോലിക്ക വിശ്വാസികൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ നിമിഷം. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. എന്റെ സഹോദരനാണ് അവര്, എന്റെ സഹോദരന്മാരാണ് മുനമ്പന്തിവാസികൾ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്കറിയാം ഇത് കാട്ടുനീതിയാണ്, ഇതൊരിക്കലും ഈ രാജ്യത്ത് നടപ്പിൽ വരുത്താൻ പാടില്ലാത്തതാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഗവൺമെന്റ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് വഖഫ് എന്ന നിയമം ഇന്ന് ഇന്ത്യയിൽ ബില്ല് പാസ്സാക്കിക്കൊണ്ട് ആ ബില്ല് ഇന്ന് നടപ്പിൽ വരുത്തിക്കൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും നെട്ടോട്ടമോടുമ്പോൾ ഈ സമൂഹത്തിന് നീതി നടപ്പിൽ വരുത്തേണ്ടവരാണ് ഈ ക്രൂരത ചെയ്യുന്നെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ സാരഥികള്, നമ്മുടെ MP മാര്, MLA മാര്
ഭരണകർത്താക്കള് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയും ഉത്തരവാദിത്വവും. നിലവിളിക്കുന്നവന്റെ നിലവിളി കേട്ടുകൊണ്ട് അവന് വേണ്ടി വാദിക്കുവാനും അവന് വേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറാകുമ്പോഴാണ് ഒരു സമൂഹത്തിലെ നന്മയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവുക. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭ ഒരു പാർട്ടിക്കുമെതിരല്ല, ഒരു മതത്തിനുമെതിരല്ല. എല്ലാ മതങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നാട്ടിൽ സമാധാനവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ. ഞാൻ ഈ ചെറുപുഴ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ ഇടവകയിലെ വീട്ടുകളിലേക്കല്ല, എൻ്റെ വിശ്വാസികളുടെ വീട്ടുകളിലേക്കല്ല ഞാൻ പോയത്. എൻ്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടുകളിലേക്ക്, എൻ്റെ അടുത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളുടെ വീടുകളിലേക്കാണ്, എൻ്റെ അയൽവക്കത്തേക്കാണ് ഞാൻ ആദ്യമേ ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരു മതത്തെയും ഒരു പാർട്ടിയെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാല മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് കത്തോലിക്ക സഭയിലെ ജനങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. മുനമ്പത്തെ ജനത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ നീതി നടപ്പിലാകുന്നത് വരെ ഞങ്ങൾ മുനമ്പം നിവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കും. മുനമ്പം നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. ഞങ്ങൾ ജീവൻ കൊടുത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ജനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ വഖഫ് പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളുടെ സ്വത്താണ്. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വഖഫിന് മുമ്പ് തിരുവിതാംകൂർ ആരുടെയായിരുന്നു? നമ്മുടെ സ്വാമിമാരുടെയും അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെയും അതുപോലെ കൊച്ചി ശക്തൻ തമ്പുരാന്റെയും ഒക്കെ ആയിരുന്നു. അവരുടെ ഭൂപ്രദേശമായിരുന്നു ഇതെല്ലാം. വഖഫിന് മുമ്പേ ഇവിടെ ഭൂമി കൈവശമാക്കി വെച്ചിരുന്ന ജന്മിമാരുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകണം. അത് കഴിഞ്ഞേ വഖഫ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വഖഫ് ഓർത്തുകൊള്ളുക, ഇത് നിങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ അവകാശവാദം ഞങ്ങൾ പൊളിച്ചെഴുതും, തീർച്ചയാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വഖഫിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഈ നാടിന് നീതി നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ചെറുപുഴ ടൗണിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ചെറുപുഴയിലെ മലയോര മേഖലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, വഖഫിന്റെ നിയമ നടപടികൾ നിർത്തലാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല. ഈ കേരളവും ഈ ഭൂഖണ്ഡവും കത്തി ജ്വലിക്കുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക വഖഫെ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടും. ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിതം പണയം വെക്കാൻ തയ്യാറാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശ്വാസത്തിന് വേണ്ടി, ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. അതിന് ജീവൻ പണയം കൊടുത്ത അനേകം രക്തസാക്ഷികളുടെ ചരിത്രം ഞങ്ങളുടെ മതത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വഖഫിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ, അതിനു മുമ്പേ തന്നെ ഇത് സമാധാനപരമായിട്ട് ഞങ്ങളുടെ ഭരണകർത്താക്കൾ ഇടപെട്ട് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്.